നിനക്ക് മതമില്ല പോലും. മതമില്ലാത്ത നീ എന്തിനാടി സുബഹി നിസ്കാരം നടത്തിയിട്ട് പാല് കാച്ചിയത്? പറയടി ഉളച്ചി. ഈ 9ാം ക്ലാസ്സുകാരി എന്തായെന്നും പറഞ്ഞാണ് നീ ആളുകളെ വെല്ലുവിളിക്കുന്നത്? എന്താടി 9ാം ക്ലാസ്സുകാരി നീ ആയത്? ഒരു വീട് പണിതതോ? അതാണോ നീ ആയതെന്ന് പറയുന്നത്? ഒരു 9ാം ക്ലാസ്സുകാരി ആൾക്കാരെ പറ്റിച്ച് ഹണി ട്രാപ്പ് നടത്തി ഒരു വീടുണ്ടാക്കിയപ്പോൾ അവൾ എന്തൊക്കെയോ ആയി എന്ന് അവൾക്ക് തന്നെ തോന്നി തുടങ്ങി. ഒരു 9ാം ക്ലാസ്സുകാരി 18ഓളം പേരുടെ പേരില് പീഡന പരാതി, കള്ളക്കേസ് കൊടുത്തു. എന്നിട്ട് ആ കേസുകൾ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നല്ലപോലെ പൈസ ഈടാക്കിക്കൊണ്ട് ഈ സ്ത്രീ കേസുകൾ പിൻവലിച്ചു, അല്ലെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞ സാഹചര്യമാണ് കോടതിയിൽ അടക്കമുണ്ടായിട്ടുള്ളത്. അങ്ങനെ കോടതിയിൽ എത്തിയ കേസുകൾ ഒന്നൊന്നായിട്ട് അട്ടിമറിച്ച് പിൻവലിച്ചുകൊണ്ട് ആ സ്ത്രീ എതിർഭാഗത്തുള്ളവരുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപകളാണ് കേസ് ഒതുക്കി തീർക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടും മറ്റുള്ളവരെ പീഡന കേസ് കൊടുത്ത് പറ്റിച്ചിട്ടും ഉണ്ടാക്കിയ ഈ കാശ് കൊണ്ടാണ് കണ്ണൻ തന്നു എന്ന പേരിൽ ഈ നാറി വീട് പണിതിട്ടുള്ളത്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പിന്നെ ഹിന്ദുക്കളെ ഇവള് വരച്ചിട്ടുള്ള ഊടായ്പ് ഫോട്ടോ കാണിച്ചിട്ട് ഹിന്ദുക്കളെ പറ്റിച്ചുണ്ടാക്കിയ കാശ് വേറെ ഉണ്ട്. ഇത്രയും ചെയ്ത് ആളുകളെ പറ്റിച്ചു മൂഞ്ചിച്ച് പണം ഉണ്ടാക്കിയിട്ട് വീട് പണിതിട്ടാണ് ഈ സ്ത്രീ പറയുന്നത് 9ാം ക്ലാസ്സുകാരി ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന്. എടി ചൂലെ, ഞങ്ങളുടെ ഒന്നും മുമ്പിൽ നീ ഒന്നുമല്ല. മതമില്ലാത്ത അവള് കണ്ണന്റെ പേരില് കണ്ണൻ കൊടുത്ത വീടിന് പാല് കാച്ചിയത് സുബഹി നിസ്കരിച്ചിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയും ഹിന്ദുക്കളെ വിശ്വസിപ്പിച്ച് പറ്റിക്കാനായിട്ട് ഇവള് അടുത്ത ഊടായ്പുമായിട്ട് ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവളുടെ ഊടായ്പ് എന്ന് പറയുന്നത്. അവൾക്ക് മതമില്ലത്ര, എന്നിട്ട് അവള് സുബഹി നിസ്കരിച്ചുകൊണ്ട് അവളുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങ് നടത്തിയിരിക്കുന്നു. ഒരു കണ്ണന്റെ ഫോട്ടോ ഇവള് വെച്ചോ? ഒരു നിലവിളക്ക് ഇവള് തെളിച്ചോ? കണ്ണൻ തന്ന വീടിന് കണ്ണന്റെ രീതിയിലല്ലേടി ചൂലെ പാല് കാച്ചേണ്ടത്, അല്ലാണ്ട് നീ സുബഹി നിസ്കരിച്ചിട്ടാണോ പാല് കാച്ചേണ്ടത്? നാട്ടിലെ ആൾക്കാരെ മുഴുവൻ പറ്റിച്ചും വഞ്ചിച്ചും മൂഞ്ചിച്ചും കേസ് കൊടുത്തും ഹണി ട്രാപ്പ് നടത്തിയും ഏത് 9ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരിക്കും വീടുണ്ടാക്കാൻ വേണ്ടി. അതൊരു പുതിയ അറിവൊന്നുമല്ല. നമ്മളൊന്നും പഠിച്ചിട്ടില്ലാത്ത അറിവുകളാണ് നിന്റെ ബാപ്പ നിന്നെ പഠിപ്പിച്ചത്. നിന്റെ ഉമ്മായും ബാപ്പായും കൂടി നിന്നെ പഠിപ്പിച്ചു വിട്ടത്. അതാണ് നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊട്ടയിലെ ശീലം ചൊടല വരെ. അല്ലടി താത്തെ, നിന്റെ കാക്കാൻ വന്നില്ലേ? പെണ്ണുമ്പിള്ള ഇവിടെ കിടന്ന് നാടടച്ച് കേരളം മൊത്തം അലറിക്കൂവി വിളിച്ചു എന്നെ പീഡിപ്പിച്ചെന്ന്. ഇത്രയും വലിയൊരു പരാതിപ്പെട്ടിട്ട് സ്വന്തം ഭാര്യനെ ഒരുത്തം പീഡിപ്പിച്ചിട്ട് പോലും തിരിഞ്ഞു വന്ന് ചോദിക്കാത്ത ഊളനല്ലടി, കിഴങ്ങനല്ലടി നിന്റെ കാക്കാൻ എന്ന് പറയുന്ന ആ പേരിന് മാത്രമുള്ള ആ സാധനം, നിന്റെ ഡമ്മി സെറ്റപ്പ്. അങ്ങനെ ഒറിജിനൽ ഒരാളുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടും എന്തടി ചൂലെ വരാഞ്ഞു? അതാ ചോദിക്കുന്നത്. എവിടെ നിന്റെ കാക്കാൻ? അപ്പൊ നിന്റെ കാക്കാൻ എന്ന് പറഞ്ഞിട്ട് നീ വാലായിട്ട് നിന്റെ പേരിന്റെ അറ്റത്ത് മാത്രം ഒരു വാക്ക് മൂലം എഴുതി ചേർത്തിരിക്കുന്ന ആ സാധനം നിന്റെ വെറും ഒരു ഡമ്മി പീസ് സെറ്റപ്പ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്നവരും കേൾക്കുന്നവരും മണ്ടന്മാരാണ് എന്നാണോ ഇവളുടെയൊക്കെ വിചാരം? ഇവളുടെ കുടുംബക്കാർക്കിടയും വിചാരം? ഇത്രയും വലിയൊരു കേസ് ഉണ്ടായിട്ടും ഈ കേരളം മൊത്തം കാറിക്കൂവി എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നടന്നിട്ടും ഇപ്പൊ പുതിയൊരു വീട് പണിത് അതിന്റെ പാല് കാച്ചൽ ചടങ്ങ് സുബഹി നിസ്കരിച്ച് ചെയ്തിട്ടും ഇവളുടെ കാക്കാൻ മാത്രം വന്നിട്ടില്ല. കാക്കാനില്ലെങ്കിൽ എന്താ, സ്റ്റെപ്പിന് കൂടെ ഉണ്ടല്ലോ 24 മണിക്കൂറും. അതുപോലെ പിന്നെ എന്തിനാ കാക്കാൻ? ഒരു പേരിന് മാത്രം ദൂരത്ത് നിർത്തും. എല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരുത്തൻ കൂടെ ഉള്ളപ്പോ ഒരു കാക്കായും വരൂല. അതാണ് ഇവളുടെ ആ ഒരു സെറ്റപ്പിന്റെ കഴിവെന്ന് പറയുന്നത്. ഇവളുടെ കാക്കാൻ എന്ന് പറയുന്നത് ഫോട്ടോയിലും ഇവളുടെ പേരിനൊപ്പം ചേർക്കാനായിട്ട് ഒരു വാൽ കഷ്ണം, അത് മാത്രമേ ഉള്ളൂ ഇവൾക്ക് കാക്കാൻ. പിന്നെ നീ നിന്റെ സെറ്റപ്പായിട്ട് ഇപ്പൊ കൊണ്ടുനടക്കുന്ന മറ്റവനുണ്ടല്ലോ, നിന്റെ വേട്ടാവളിയൻ മരപ്പട്ടി മോറൻ, എവിടെടി അവന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട്? എവിടെടി കല്യാണം? ആരടി അവനെ കല്യാണം കഴിക്കുക? നിന്റെ സ്റ്റെപ്പിനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണും തയ്യാറാവൂല. അല്ല, നിന്റെ സ്റ്റെപ്പിനിക്ക് നീ പുതിയ ഓണർ ഉണ്ടാക്കൂല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇതുപോലെ ഒരുത്തന്റെ കൂടെ ആരാടി വന്ന് ജീവിക്കുക? ഏത് കുടുംബക്കാരാടി ഇവന് പെണ്ണ് കൊടുക്കുക? ഏത് പെണ്ണവന്റെ കൂടെ വന്ന് ജീവിക്കാൻ തയ്യാറാവുന്നേ? നീ പറയടി. ഇവന്റെ കൂടെയൊക്കെ ഒരു പെണ്ണ് ജീവിക്കാൻ വന്നു കഴിഞ്ഞാലോ ആ പെണ്ണൊന്നില്ലെങ്കിൽ അത്രയും ഗതികെട്ട ഒരു പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ അത്രയും അധോഗതി കിടക്കുന്ന ഒരു പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ അത്രയും കച്ചറ സെറ്റപ്പ് പെണ്ണായിരിക്കണം. അങ്ങനെ പോലുള്ള ഒരുത്തിനെ മാത്രമേ ഈ വേട്ടാവളിയെ നിന്റെ കൂടെ ഉള്ള നിന്റെ മരപ്പെട്ടി മോറം നിന്റെ സ്റ്റെപ്പിനിക്ക് കിട്ടുള്ളൂ. പക്ഷെ നിന്റെ മരപ്പെട്ടി മോറം വേട്ടാവളിന് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നീ എന്തായാലും തയ്യാറാവൂല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നെയാണ്. അതിൽ ഒരു സംശയവും ഇല്ല. എടി, പറയുന്നത് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. കണ്ണനാണ് നിനക്ക് വീട് വെച്ച് തന്നത് എന്നുണ്ടെങ്കിൽ സുബഹി നിസ്കാരം നടത്തി നീയും നിന്റെ
കൂട്ടക്കാരും എന്തിനാടി ആ കണ്ണൻ തന്ന വീട്ടിൽ കയറിയത്? അതാണ് ചോദിക്കാനുള്ളത്. നീ പെണ്ണാണെങ്കിൽ നീ എന്താ ചെയ്യണ്ടേ? കണ്ണന്റെ ഫോട്ടോ വെച്ച് നിലവിളക്ക് കൊടുത്തി ആ ഒരു ചടങ്ങോട് കൂടിയല്ലേടി എല്ലാം ചെയ്യുള്ളൂ, വൃത്തിയിട്ടവളെ. എന്നിട്ട് നടത്തുന്നത് എന്താ? സുബഹി നിസ്കാരവും തട്ടമിട്ട് പാല് കാച്ചുന്നു. ഒരു കണ്ണൻ തന്ന വീട്ടില് കണ്ണന് യാതൊരു വിലയില്ല. കണ്ണൻ പുറത്താ, അടുക്കള പുറത്ത്. കണ്ണന് ഒരു തുറുപ്പ് ചീട്ട് മാത്രമാണ് ഇവക്ക്, കാശുണ്ടാക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ട്. ഇവള് താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടല്ല, മുമ്പിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്? അതെന്തേ മാറ്റിയില്ല? ഇത്രയും വർഷമായിട്ടും വലിയ ഭക്തിയാണല്ലോ. ഭക്ത എന്ന് നീ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് നീ കുറെ പാടുപെടുന്നുണ്ടല്ലോ, ഇത്തരം ഊടായ്പ നാടകങ്ങൾ കാണിച്ചിട്ട്. എന്തേ നീ കണ്ണന് വേണ്ടി ഇതൊന്നും ചെയ്യുന്നില്ല? എടി പേരിന് മാത്രം, പറയാനും മാത്രമല്ല കണ്ണന്. കണ്ണൻ തന്ന വീട്ടില് കണ്ണന്റെ ഒരു സാന്നിധ്യം പോലും ഇല്ലാതെ അല്ലേടി ചൂലേ നീ പാല് കാച്ചൽ ചടങ്ങ് നടത്തിയത്. ഇനി എന്താ വരുന്നതെന്ന് നീ കണ്ടു തന്നെ അനുഭവിച്ചറിഞ്ഞോ? അള്ളാണോടി നിനക്ക് വീട് വന്നത്? നിനക്ക് കണ്ണനല്ലേടി വീട് വന്നത്? അപ്പൊ നീ നിന്റെ കുടുംബക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താടി നീ ചെയ്യാഞ്ഞത്? നിനക്ക് എത്ര മതമില്ല എന്ന് പറഞ്ഞെങ്കിലും നീ എന്തിനാടി നിസ്കരിക്കുന്നത്? നീ നിന്റെ കുടുംബക്കാരും തട്ടമിടുന്നത് എന്തിനാ? നിൽക്കുന്ന മതത്തിൽ നിന്ന് വിട്ട് ഒരു കളിയില്ല. മതമില്ലാത്തവരെന്തിനാ നിസ്കരിക്കുന്നത്? ഹിന്ദുക്കളെ മാത്രമല്ല ഒന്നടങ്കം മുസ്ലിങ്ങളെയും പറ്റിക്കാണ്. കാരണം ഞാൻ തട്ടമിട്ട് ഞാൻ ഈ മതത്തിൽ നിന്നുകൊണ്ട് എന്റെ വര മാത്രമാണ് കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം തന്നെ മുസ്ലിംസുകളെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബെട്ടക്ക് മോറി എന്ന് പറഞ്ഞ ഈ ആറാം പറഞ്ഞവള്. എടി നീ ഒരു യഥാർത്ഥ കൃഷ്ണഭക്തിയാണെങ്കിൽ നീ ഒരു കൃഷ്ണന്റെ ചിത്രമെങ്കിലും വെക്കില്ലേടി പാല് കാച്ചുമ്പം? എന്തടി വെക്കാഞ്ഞു? പിന്നെ നിന്റെ കാക്കാൻ ഒരിക്കലും ലീവ് കിട്ടാത്ത ഒരു തൊഴിലാണല്ലോ നിന്റെ കാക്കാൻ ചെയ്യുന്നത്. അങ്ങ് ഉഗാണ്ടയില് വരാൻ പറ്റൂലല്ലോ. ഈ തുഫായി കിടന്നുകൊണ്ട് ഒരിക്കലും ലീവ് ഇല്ലാത്ത ജോലി. പെണ്ണുമ്പിള്ള ഇവിടെ എന്തൊക്കെ പ്രകസനം ഉണ്ടാക്കി, പീഡിപ്പിച്ചു. സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു പീഡന കേസ് വന്ന ഭർത്താവ് ഓടി വരും. അതുപോലും ചെയ്യാത്ത ആളാണ് നിന്റെ കാക്കാൻ. ഭാര്യ എന്ന് പറയുന്നവള് നാട്ടിലൊരു വീടുണ്ടാക്കി എന്ന് വെച്ചോ, അതിന്റെ പാല് കാച്ചൽ ചടങ്ങിന് പോലും എത്താത്ത ഭർത്താവ് ഒരു ഭർത്താവാണോടി ചൂലെ? അതാണ് ചോദിക്കുന്നത്. നിന്റെ കാക്കാൻ 24 മണിക്കൂർ അവിടെ പെറ്റെടുക്കുവാണ് ദുബായില്. കാക്കാക്ക് ലീവും കിട്ടൂല, നാട്ടിലേക്ക് വരാനും പറ്റൂല. അമ്മാതിരി ഒരു ജോലിയാണ് കാക്ക അങ്ങ് ദുബായിൽ കിടന്ന് ചെയ്യുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് കണ്ണന്റെ പേരിൽ പുതിയ ഊടായ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എല്ലാം കണ്ണൻ തന്നതാണത്ര വീട്. സർവം കൃഷ്ണാർപ്പണമസ്തു, സർവം കൃഷ്ണാർപ്പണം, അതാണ് പറയുന്നത്. സർവം കൃഷ്ണാർപ്പണം എന്ന് പറയുന്ന ഈ സ്ത്രീ കണ്ണന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടോ ഒരു നിലവിളക്ക് കൊളുത്തിയിട്ടോ കണ്ണന്റെ ഒരു നാമം ഉരുവിട്ടിട്ടോ അല്ല പാല് കാച്ചിട്ടുള്ളത്. നിസ്കരിച്ചു വന്നിട്ട് അവരുടെ ഉമ്മ തലയിൽ തട്ടമിട്ടുകൊണ്ട് അവരുടെ മതാചാരപ്രകാരം തന്നെയാണ് ഈ ചടങ്ങ് അവർ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് മതമില്ലാന്ന് വിളിച്ചു പോവാൻ നാണമില്ലേടി നായ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പോയി തൂങ്ങടി, അല്ലെങ്കിൽ നിന്നെ കൊന്നിടുക. ഹിന്ദുക്കളെ ഇനി മൂഞ്ചിച്ച് പറ്റിക്കാനായിട്ട് പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും ഫോട്ടോക്ക് ഓർഡർ വേണം. അതാണ് നിന്റെ ഊടായ്പൊന്നും ഇനി ഇവിടെ ചെലവാവാൻ പോകുന്നില്ലടി. അപ്പൊ തന്നെ ദാ ഇതുപോലെ പൊളിച്ചടക്കിയിരിക്കും. ഇനി അടുത്ത ഊടായ്പുണ്ടെങ്കിൽ കൊണ്ടുവാടി ഡാഷിന്റെ മോളെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൊണ്ടുവാടി നീ. ഇരു മതക്കാരെയും ഒരേപോലെ ഒരു സമയം പൊട്ടം കളിപ്പിക്കുന്ന ഇവളെ, പൊട്ടം കളിപ്പിക്കുകയല്ല മൂഞ്ചിക്കുന്ന, അങ്ങനെ തന്നെ വേണം പറയാം, മൂഞ്ചിക്കുന്ന ഇവളെ കണ്ടെടുത്ത് വെച്ചിട്ട് ഓടിച്ചിട്ട് അടിക്കണം. അതാണ് നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ടത്. എനിക്ക് അത്രേ പറയാനുള്ളൂ.